ശൈലജ പോടാ അണ്ണാ എന്താണ് അതെ രാവിലെ ഇരിക്കടാ പിന്നെ പിള്ളേരൊക്കെ എന്താ അണ്ണാ മൂത്തവള് അടുത്ത 9ാം ക്ലാസ്സില് രണ്ടാമത്തില് അടുത്ത 5ാം ക്ലാസ്സില് പിള്ളേരൊക്കെ പഠിപ്പിക്കണം പിന്നെ ഡിക്കുകളായിട്ട് വരണം കേട്ടാ പിള്ളേര് അണ്ണാ നിങ്ങളെ മൂത്ത മോനെ കഴിഞ്ഞ ആഴ്ച കണ്ടു അണ്ണാ അപ്പൊ ആളെന്ന് വരുന്നേ പേരുള്ള പിള്ളേരെ വളരണ നമ്മളറിയോ പറഞ്ഞു കഴിഞ്ഞ ദിവസമേ നമ്മളെ വീട്ടിൽ അടപ്പായസം ഉണ്ടായി അപ്പോഴാണ് അവള് നിന്നെ പറയണത് അയ്യോ ശൈലജ കൊണ്ട് 2-3 ക്ലാസ് അടിച്ചത് ചേച്ചിക്ക് അറിയാം പായസം എവിടുന്നല്ലോ കൊള്ളാണോ നല്ല വരില്ല കോൾ വരണ അതെ രതീഷ് ഓ നമസ്തേ ഇന്ന് സെക്രട്ടറിനോടാ ഇല്ലേ ഓ ഇന്ന് 100ാം ദിവസമുള്ള അവളുടെ സമരം അല്ലേ ഞാൻ വരാം ഇതാ വരും ആടെ നമ്മുടെ രതീഷ് അവിടെ സെക്രട്ടറിയില്ലേ ആശാ വർക്കർമാരുടെ 100ാം ദിവസം അതിന് ഐക്യദാർഢ്യം ഒരാവശ്യമില്ല അവരവിടെ സമരം ചെയ്യണം മനസ്സിലായോ അണ്ണാ എന്തോന്ന് വർത്തമാനമാണോ ഈ പറയണത് അണ്ണാ അവർക്കും ആവശ്യങ്ങളില്ല അവർക്കും ഈ കുടുംബം കുട്ടികളുടെ നിങ്ങൾ ആലോചിക്കണം നീ കാര്യം അറിയാൻ സംസാരിക്കണം നമ്മളെ സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു പിന്നെ അവിടെ കിടന്ന് സമരം ചെയ്യണത് അഹങ്കാരം കൊണ്ടാണ് മനസ്സിലായോ അണ്ണാ പാവപ്പെട്ടാൽ അവിടെ കിടന്നേ അതിജീവനത്തിനോട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അഹങ്കാരം ശാപം കിട്ടുള്ള ശാപം എങ്കിലും ആ ശാപം കിട്ടേണ്ട ആദ്യം നിങ്ങൾക്കാണ് കേരളം കൊടുക്കേണ്ട വിഹിതം അവർക്ക് കറക്റ്റായി കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേന്ദ്രം കൊടുക്കേണ്ട വിഹിതത്തിന് വേണ്ടിയാണ് അവരവിടെ കിടന്ന് സമരം ചെയ്യണം മനസ്സിലായ അണ്ണാ കേന്ദ്രം കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇതിനകം തന്നു കഴിഞ്ഞു ആ ഫണ്ട് എടുത്ത് വകമാറ്റി ചെലവഴിച്ചിട്ട് നിങ്ങൾ ഇപ്പം ഈ ഗീർവാണം പറയുന്നുണ്ടല്ലോ ഇതൊന്നും പറ്റൂലണ്ണാ നിങ്ങൾ അവരെ പ്രശ്നം തീർത്തേ പറ്റൂ ഞങ്ങൾ ഇടപെടും എടാ തോന്നിയ പറയല്ലേ ആര് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു നിങ്ങൾ ഇവിടെ ഫണ്ട് തന്നിട്ടുണ്ടെങ്കിലേ അത് ന്യായമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് അമ്മമാരോട് സമരം ചെയ്യുന്നത് നീ നിന്റെ അമ്മമാരുടെ പോയി ചോദിച്ചു സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചല്ലേ എന്നിട്ട് സമരമേ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കിടക്കല്ലേ അതിനെ കൂട്ടുപിടിക്കാൻ നിങ്ങളെ പോലെ കുറെ മൂരാച്ചികൾ അല്ല സമരം പറയാൻ നിങ്ങൾക്ക് എന്താണ് അത്ര പുച്ഛം സമരത്തിൽ കൂടെ അല്ലേ നിങ്ങൾ പലതും നേടിയത് ഇടേ സമരം നമുക്ക് പുച്ഛമല്ല നമ്മൾ പല സമരങ്ങളും നേടി തന്നെ പലതും നേടിയിട്ടുണ്ട് അത് ന്യായമായ സമരങ്ങൾ അല്ല ഇതേപോലെ അന്യായമായ സമരമല്ല മനസ്സിലായ പണ്ട് കമ്പ്യൂട്ടർ സമരം ചെയ്തവരല്ലേ നിങ്ങള് ഇപ്പൊ എന്താണ് അവസ്ഥ നിങ്ങൾക്ക് ഉറക്കം വിളിക്കാൻ മുമ്പ് കമ്പ്യൂട്ടർ വേണം ഇന്ന് ആ സമരം ന്യായമാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങളെ നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്തേ ഉള്ളൂ അത് തന്നെ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ സംഭവിച്ചു എങ്കിൽ പിന്നെ ഈ സമരത്തിനെ അങ്ങനെ കണ്ടുകൂടെ അണ്ണാ നീ എന്തിനാണ് അയൽക്കാരെ വീണ്ടും പൊടിക്കണം അതിനെ വിട് അങ്ങനെ വിടാൻ പറ്റൂല ആ അമ്മമാർ ആവശ്യം അംഗീകരിക്കുന്നവരെ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കും നിങ്ങൾക്കെതിരെ സമരം ചെയ്യും ഒന്നുകിൽ നിങ്ങൾ അവർ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക ഈ വണ്ടി എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി ആര് രാജിവെക്കും ഇവിടെ ചില മനപ്പായസം ഉണ്ണുന്ന ചിലരുണ്ട് അവരെ കൂടെ ചേർന്ന് നീയും മനപ്പായസം ഉണ്ട് തൃപ്തി അണഞ്ഞോ നമ്മളെ 5 വർഷം ഇവിടെ തികച്ച് ഭരിക്കും എന്തെന്ന് വെച്ചാലേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണം രതീഷ് ഹലോ രതീഷ് ഞാനിതാ ഇറങ്ങി ഇന്ന് നമുക്കവിടെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയാൽ മതി ദാ പറഞ്ഞു നീ എവിടെ പോകുന്നു നിന്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ട് പറയണേ നീ അവിടെ പോയി തോന്നിയ സ്വന്തം കാണിക്കരുത് അണ്ണാ വരട്ടത് ഇങ്ങോട്ട് വേണ്ടേ ഞങ്ങളിന്ന് അവിടെ പോവുകയും ചെയ്യും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യും നീ പോവും ഞാൻ പോണു നീ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കണം ജയ് ആശാ വർക്കർ ജയ് ആശാ വർക്കർ നീ പിന്നെ പോണേ പോയി കയറിക്കൊടു ഞാൻ പോവും പോയി കയറിക്കൊടു സാബ് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത്രേ പോണില്ലേ അവിടെ ഐക്യദാർഢ്യം കൊടുക്കാനല്ലേ നമ്മൾ പോയത് അവിടെ വേറെ ഒരുപാട് പേരുണ്ട് ഐക്യദാർഢ്യം കൊടുക്കാൻ ഇനി ഞാൻ കൂടെ ചെന്ന് ഐക്യദാർഢ്യം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അല്ല നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ പോവാത്തത് ശരി അവള് നല്ല അടപ്പായസം വീട്ടിലുണ്ടാക്കി ഞാൻ എന്തായാലും പോയി ഒരു ഗ്ലാസ് കുടിക്കാൻ പോകണം നിനക്ക് വേണമെങ്കിൽ വാ എന്തോന്ന് വർത്താനാണോ നിങ്ങൾ ഈ പറയുന്നത് ആശാ വർക്കർ അമ്മമാരുടെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ അടപ്പായസം കുടിച്ച് സൂഹിക്കാനാ അതിനെ ശൈലാനെ കിട്ടൂല നിങ്ങളെ കുടിച്ചാൽ മതി പോയി ഞാൻ എന്തായാലും പോണം
പാശണ്ണ പായസം കുടിക്കാൻ വയ്യല്ലേ ബാബു പൊന്നണ്ണ പായസം ഒന്ന് കുടിക്കണം